ഹായ് ഗൈസ്, എന്തൊക്കെയുണ്ട്? എല്ലാവരും സുഖമല്ലേ? ഇന്ന് വളരെ സന്തോഷമുള്ളൊരു മുഹൂർത്തത്തിലാണ് ഞങ്ങളിങ്ങനെ പോകുന്നത്. നമ്മളെ എന്താ പറയുക, നമുക്കൊരു കുഞ്ഞ് ജനിക്കുക, നമ്മളെ വീട്ടിലേക്ക് ഒരു അതിഥി വരിക എന്നൊക്കെ പറഞ്ഞ ആ സന്തോഷം ഉണ്ടല്ലോ, ആ സന്തോഷമാണ് ഇന്ന് നമ്മുടെ മൊത്തമുള്ളത്. എന്താന്ന് വെച്ചാൽ നമ്മുടെ ഒരു വണ്ടി എടുക്കാൻ പോവാണ്. അപ്പോൾ നമ്മളെ സന്തത സഹചാരിയൊക്കെ ആയിട്ട് എപ്പോഴും വണ്ടി ഉണ്ടാവുമല്ലോ. അപ്പോൾ വണ്ടി നമ്മളെ ഫാമിലി മെമ്പറാണ്. അപ്പോൾ പുതിയൊരു വണ്ടി എടുക്കാൻ പോവാണ്. എനിക്കല്ല, നമ്മളെ സഹോദരൻ നിയാസിനാണ്. അപ്പോൾ വണ്ടി ഏതാന്നുള്ളപ്പോൾ നമ്മൾ പറഞ്ഞില്ല അല്ലേ. നേരെ നമ്മൾ ഷോറൂമിലേക്ക് പോവാ. മാരുതിന്റെ വണ്ടിയാണ്. നമ്മൾ കോട്ടക്കൽ ഇൻഡസിലേക്കാണ് പോകുന്നത്. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ അവിടെ നിന്ന് കാണാം. അങ്ങനെ നമ്മൾ ഇതാ ഫൈനലി ഇൻഡസിന്റെ ഷോറൂമിൽ എത്തിയിട്ടുണ്ട്. മാരുതിയുടെ കോട്ടക്കലുള്ള ഇൻഡസിലെത്തിയിട്ടുണ്ട്. ഇവിടെ നമ്മളെയും കാത്ത് നമ്മളെ വണ്ടി തയ്യാറായി നിൽക്കുന്നുണ്ട്. ഇപ്പൊ വണ്ടി ഏതാണുള്ളത് ഇപ്പൊ നമുക്ക് കാണാം. അപ്പോൾ നമ്മളെ വണ്ടി സസ്പെൻസ് പൊളിക്കാമെന്ന് അവിടെ എല്ലാം റെഡി ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ വണ്ടി നിങ്ങളെ കാണിക്കാൻ പോവാണ്. വണ്ടി നമ്മൾ റിവീൽ ചെയ്ത് ബാക്കി കാര്യങ്ങൾ നമ്മളെ പേപ്പേഴ്സും കാര്യങ്ങളും നമ്മളെ ഇതിന് പേര് മറന്നു. നിഖിലാണ് നമുക്ക് ഈ വണ്ടി എടുക്കാനുള്ള എല്ലാവിധ സപ്പോർട്ടും സഹായങ്ങളും പിന്നെ ഫൈനാൻസിന്റെ കാര്യങ്ങളൊക്കെ സെറ്റാക്കി തന്നത് നിഖിലാണ്. അപ്പോൾ ഇൻഡസ് കോട്ടക്കലിനാണ്. ഇൻഡസ് കോട്ടക്കലിന് ആരെങ്കിലും വണ്ടി മാരുതിയുടെ ഏത് വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഇതാ നമ്മളെ നിഖിലിനെ കോണ്ടാക്ട് ചെയ്താൽ മതി. നമ്പർ ഞാൻ കമന്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടാ നിഖിലിന്റെ നമ്പർ. ടാക്സിൻ്റെ പേപ്പർ, പിന്നെ ഈ റെസിപ്റ്റാണ്, പിന്നെ ഇതും ടാക്സിൻ്റെ പേപ്പർ. ഇതൊക്കെ നമ്മൾ മുന്നേ എടുത്ത് വെച്ചാൽ പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഡെലിവറി എടുത്ത് ഞങ്ങൾ വണ്ടിയുമായി റോട്ടിൽ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിയാസിന്റെ ഒരുപാട് കാലത്തെ ആഗ്രഹമായിരുന്നു. നിയാസ് ഇതിന് മുന്നേ വണ്ടി എടുത്തിരുന്നു, പക്ഷെ അതൊന്നും പുതിയ വണ്ടിയല്ല, യൂസ്ഡ് വെഹിക്കിൾ ആയിരുന്നു. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു പുതിയ വണ്ടി, മറ്റൊരാൾ ഉപയോഗിക്കാത്ത ഒരു പുതിയ വണ്ടി ഫ്രഷ് ആയിട്ട് ഇറക്കുക. എന്തായാലും മനസ്സിൽ അതന്നെ, പുതിയ വണ്ടി പറഞ്ഞ കാറ്, പിന്നെ എന്താ പറയാ, മനസ്സിലൊരു സന്തോഷം തോന്നുന്ന നിമിഷമാണ്. എങ്ങനെയുണ്ട് വണ്ടി? അടിപൊളിയല്ലേ? അപ്പോൾ വാഗണറിന്റെ ഫുൾ ഫീച്ചേഴ്സ് നമ്മൾ വഴിയെ പറഞ്ഞുതരാം. പുതിയ വാഗണറിന്റെ നമ്മൾ എടുത്തിരിക്കുന്നത് VXI ഓപ്ഷനാണ്. ഇതിനകത്ത് അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട്. സ്റ്റീരിയോ ഉണ്ട്, 4 ഡോർ പവർ വിൻഡോ ആണ്. അപ്പോൾ കംപ്ലീറ്റ് അടങ്ങുന്ന കാര്യങ്ങളൊക്കെ ഞാൻ വിശദമാക്കിയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ ഒരു ഡ്രൈവ് ചെയ്ത് നോക്കുക. നമ്മള് വണ്ടി കിട്ടി, ഇതിൽ ഓൾറെഡി ലോ ഫ്യൂവലാണ്. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഫ്യൂവൽ ഫില്ലിങ് അല്ലേ, നമ്മൾ വണ്ടി എടുത്തിട്ട് ആദ്യത്തെ ഫ്യൂവൽ ഫില്ലിംഗ് ആണ്. നമ്മൾ ചെനക്കലുള്ള HP എന്നാണ് പെട്രോൾ അടിക്കാൻ പോവാണ്. അപ്പോൾ ആദ്യത്തെ ഫ്യൂവൽ ഫില്ലിംഗ് ആ അസുലഭ സുന്ദര നിമിഷങ്ങളിലേക്ക് പെട്രോൾ ഇത് അവിടെ ഉണ്ട്, അപ്പുറത്ത് പോയിക്കോ, അവിടെ ഉണ്ട് പെട്രോൾ.
ഇനി നമുക്ക് 2024 മോഡൽ വാഗണറിൻ്റെ ഫുൾ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ അതിനെക്കുറിച്ച് സംസാരിക്കാം. ശരിക്കും പറഞ്ഞാൽ വാഗണർ 2000-ലാണ് പുറത്തിറങ്ങിയിട്ടുള്ളത്. അത് കഴിഞ്ഞ് പിന്നീട് കുറച്ച് 4 വർഷത്തിന് ശേഷം അതിൻ്റെ ഫേസ് ലിഫ്റ്റ് വന്നു, സെക്കൻഡ് ജനറേഷനായിട്ട് വന്നു, പിന്നെ തേർഡ് ജനറേഷനായിട്ട് വന്നു. അതിലൊക്കെ എൻജിൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസം വന്നിരുന്നു. ഇപ്പോൾ അവസാനം വന്ന വാഗണറാണ് നമ്മുടെ മുന്നിൽ കാണുന്ന ഈ വാഗണർ VXi ആയതുകൊണ്ട് ഇതിൻ്റെ കീ റിമോട്ട് കീ ആണ് വരുന്നത്. കീനകത്ത് തന്നെ നമുക്ക് ബട്ടൺ വരും, ഡോറ് ലോക്ക് ചെയ്യാനും അൺലോക്ക് ചെയ്യാനും. അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം നല്ല ഭംഗിയുണ്ട് കാണാൻ. 2 വലിയ ഹെഡ്ലൈറ്റുകളും പിന്നെ നീളത്തിൽ 2 ഹെഡ്ലൈറ്റുകൾക്കിടയിൽ നീളത്തിലുള്ള ഒരു ഗ്രില്ലുമാണ് ഇതിനെ ഭംഗി നൽകിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ താഴെ വരുന്ന ബ്ലാക്ക് ആ ഭാഗം എയർ ഇൻടേക്ക് ഭാഗം ഒരു SUV-നെയൊക്കെ തോന്നിപ്പിക്കുന്ന ഒരു ചെറിയൊരു ബ്ലാക്ക് ഭാഗം ബമ്പറിൽ കൊടുത്തിട്ടുണ്ട്. അവിടെയാണ് എയർ ഇൻടേക്കൊക്കെ വരുന്നത്. പിന്നെ ഇത് VXiക്ക് ശരിക്കും പറഞ്ഞാൽ കമ്പനി ഫോഗ് ലാമ്പ് കൊടുക്കുന്നില്ല. ഈ ഫോഗ് ലാമ്പ് നമ്മളെ എക്സ്ട്രാ കമ്പനിയിൽ നിന്ന് ചെയ്യിപ്പിച്ചതാണ്. ZXi പ്ലസ് ZXiയിലൊക്കെയാണ് ഫോഗ് ലാമ്പ് വരുന്നത്. ഇനി സൈഡിലേക്ക് വരികയാണെങ്കിൽ വളരെ വീതിയുള്ള ഡോറാണ് ഈ വാഗണറിന് വരുന്നത്. ഇതിന് തൊട്ട് മുന്നേയുള്ള വാഗണറിനും ഞാനൊക്കെ ഉപയോഗിച്ചതാണ് വാഗണർ. അതിനും ഇതുപോലെ തന്നെ നല്ല വീതിയുള്ള ഡോറുകളാണ്. 2 ഡോറുകളും നമുക്ക് 90 ഡിഗ്രി ഓപ്പൺ ചെയ്യാൻ പറ്റുന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതുകൊണ്ട് തന്നെ ഈ പ്രായമായവർക്കും ഉയരം കൂടിയവർക്കൊക്കെ വളരെ ഈസി ആയിട്ട് വണ്ടിക്കകത്ത് കയറാനും ഇറങ്ങാനും സാധിക്കുന്നതാണ്. അത് വാഗണറിൻ്റെ എടുത്തു പറയാവുന്ന ഏറ്റവും വലിയ ഒരു പ്രത്യേകതയാണ്. VXi വേരിയൻ്റ് ആയതുകൊണ്ട് ഡോർ ഹാൻഡിൽ കളറാണ് വരുന്നത്. ബാക്കി നമുക്ക് ബീഡിങ്ങോ അതേപോലെ വീലാർച്ചോ അങ്ങനത്തെയുള്ള സംഭവങ്ങളൊന്നും ഇതിനകത്ത് വരുന്നതില്ല. അതെല്ലാം അഡീഷണൽ നമ്മൾ ചെയ്യേണ്ടതാണ്. ഇതിൻ്റെ വീല് വരുന്നത് 14 ഇഞ്ച് സൈസാണ് വീല് വരുന്നത്. VXi ആയതുകൊണ്ട് തന്നെ വീൽ കപ്പ് അവൈലബിൾ ആണ്. പിന്നെ ഇൻഡിക്കേറ്റർ വരുന്നത് ഫെൻഡറിലാണ് ഇൻഡിക്കേറ്റർ വരുന്നത്. മിററിലാണ് ZXi പ്ലസ് ZXi വേരിയൻറ്റിലൊക്കെ മിററിലായിരിക്കും ഇൻഡിക്കേറ്റർ വരുന്നത്. അതുപോലെ തന്നെ ഈ കാണുന്ന ഡോർ വൈസറുകളൊക്കെ നമ്മൾ അഡീഷണൽ ചെയ്തതാണ് കേട്ടോ. പിന്നെ മുകളിൽ കാണുന്നതാണ് ഇതിൻ്റെ FM ആൻറ്റിന. അതെല്ലാ വേരിയൻറ്റിനും ആ ഒരു പൊസിഷനിലാണ് വരുന്നത്. അതേപോലെ ഫ്രണ്ടിൽ ഗ്ലാസിൻ്റെ താഴെയായിട്ട് 2 വൈപ്പർ വാഷറുകൾ അവൈലബിൾ ആണ്. പുറകിലേക്ക് വരുമ്പോൾ ഈ സൈഡിൽ കാണുന്ന ഇങ്ങനെ ബ്ലാക്ക് കളറിലുള്ളൊരു പ്ലാസ്റ്റിക് പാർട്ട് ഉണ്ടല്ലോ, അത് ഈ വാഗണറിൻ്റെ ബാക്കിലെ ഭംഗിയെ സൂചിപ്പിക്കുന്നതാണ്. ഇത് 2 സൈഡിലും ഇങ്ങനെ സൈഡിലോട്ട് കയറി ഇങ്ങനെ മുകളിലോട്ട് നിൽക്കുന്ന ഒരു ഇതാണ്. നല്ല ഭംഗിയാണ് അങ്ങനെ കാണാൻ. അതേപോലെ നമുക്ക് ഡിക്കി ഇത് VXi ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഡീഫോഗറോ അതുപോലെ ബാക്ക് വൈപ്പറോ അവൈലബിൾ അല്ല. ഡിക്കി നമ്മൾ സാധാരണ ഡോറ് തുറക്കുന്നത് പോലെ താഴെ ഇങ്ങനെ പ്രസ് ചെയ്തിട്ടാണ് ഡിക്കി ഓപ്പൺ ചെയ്യുന്നത്. കീ ഇട്ട് ലോക്ക് ചെയ്യാനോ തുറക്കാനോ ഒന്നും പറ്റില്ല. നമ്മൾ റിമോട്ടിൽ ലോക്ക് ചെയ്യുമ്പോൾ ലോക്കാവുകയും അതേപോലെ ഡോറ് തുറക്കുന്നത് പോലെ ബട്ടൺ പ്രസ് ചെയ്തിട്ട് നമുക്ക് ഓപ്പൺ ചെയ്യാനും പറ്റും. പാർസൽ ട്രേ അവൈലബിൾ ആണ്. വീൽ സ്പാനർ ഇതിനകത്താണ് വരുന്നത്. ജാക്കി വരുന്നത് ഡ്രൈവർ സീറ്റിന് താഴെയാണ് ജാക്കി പ്ലേസ് ചെയ്തിട്ടുള്ളത്. സ്പെയർ വീല് നമുക്ക് ഇതേപോലെ തന്നെ 14 ഇഞ്ചാണ് വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ ഈസി ആയിട്ട് വണ്ടിക്കകത്ത് ഇറങ്ങാനും കയറാനും പറ്റും. ഒന്നാമത് ഡോറ് നല്ല വീതിയുള്ള ഡോറാണ്. അത്യാവശ്യം ഹൈറ്റുള്ളവർക്കും അതുപോലെ പ്രായമായവർക്കൊക്കെ പെട്ടെന്ന് കയറാൻ പറ്റും. പിന്നെ എടുത്ത് പറയാവുന്ന വ്യത്യാസം മുൻകാല വാഗണറിൽ നിന്നും കുറച്ചും കൂടി ഹൈറ്റ് കൂടിയിട്ടുണ്ട്. ഡാഷ്ബോർഡ് കംപ്ലീറ്റ് മാറിയിട്ടുണ്ട്. മുന്നേ ഞാനൊരു വാഗണർ ഉപയോഗിച്ചിട്ടുണ്ട് 2014 മുതൽ. അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമാണിത്. മൊത്തത്തിലുള്ള ലുക്ക് തന്നെ മാറിയിട്ടുണ്ട്. ഈ ഒരു പോർഷൻ ബ്ലാക്ക് ആയത് നല്ല ഭംഗി, ഇതിൻ്റെ ഒരു ഭംഗി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ആദ്യം ഈ പോർഷൻ ഈ കളറാണ്, ഈ ഗ്രേ കളറിലാണ് വരല്. ഇത് ഈ കളറായപ്പോൾ കുറച്ചും കൂടി ഒരു ഫീല് തോന്നുന്നുണ്ട്. പിന്നെ ഗ്ലോ ബോക്സ് ഇവിടെ വരുന്നുണ്ട്. എയർ ബാഗ് 2 വരുന്നുണ്ട്. പിന്നെ മറ്റു വാഗണറിനുള്ള വ്യത്യാസം എന്തെന്ന് ചോദിച്ചാൽ പുതിയ വണ്ടികൾക്കൊക്കെ വരുന്ന ഐഡിൽ സ്റ്റാർട്ട് സ്റ്റോപ്പ് ഓഫ് ഓൺ സ്വിച്ച് ഇവിടെ വരുന്നുണ്ട്. അതായത് നമ്മൾ ട്രാഫിക്കിലൊക്കെ പോയി കഴിഞ്ഞാൽ ന്യൂട്രലിട്ട് ക്ലച്ചിൽ നിന്ന് കാല് റിലീസ് ചെയ്താൽ വണ്ടി ഓഫായി പോകും. വീണ്ടും നമ്മൾ ക്ലച്ച് ഔട്ടി ഗിയർ ഇടുമ്പോൾ വണ്ടി ഓട്ടോമാറ്റിക് സ്റ്റാർട്ടായി പോകും. ആ ഒരു സിസ്റ്റം ഉണ്ട്. അത് നമുക്ക് ഓപ്ഷനിലാണ് വേണമെങ്കിൽ ഓഫ് ചെയ്യാം. പിന്നെ VXiയിൽ വരുന്ന സ്റ്റീരിയോ സാധാരണ സെറ്റാണ് ഇത് വരുന്നത്. പിന്നെ USB ഇവിടെ കുത്താൻ പറ്റും. പിന്നെ ഇതിനകത്ത് മെനു മോഡുകൾ എന്ന് പറഞ്ഞാൽ FM അതേപോലെ ഓക്സ് അങ്ങനത്തെ മോഡുകളൊക്കെ വരുന്നുണ്ട്. AC സ്വിച്ച് വരുന്നുണ്ട്. ഇവിടെ ഒരു 12 വോൾട്ടിൻ്റെ
120 വാട്ട്സിൻ്റെ ഒരു ചാർജിങ് പോർട്ട് വരുന്നുണ്ട്. ഒരു മൊബൈലൊക്കെ വെക്കാൻ പറ്റിയ ഒരു പോർട്ട് വരുന്നുണ്ട്. പിന്നെ ഗിയർ ഇതേപോലെ വരുന്നത് കേബിൾ ഗിയറാണ് വരുന്നത്. നമ്മൾ കുറച്ചും കൂടി ഇവിടെ നിന്ന് മാറ്റി കുറച്ചും കൂടി ഈ പൊസിഷനിലേക്ക് ആക്കുമ്പോൾ ഒന്നും കൂടി ഡ്രൈവിങ്ങിൻ്റെ ഒരു സുഖം ഇത് വർദ്ധിപ്പിക്കും. 4 ഗ്ലാസിൻ്റെ പവർ വിൻഡോയുടെ സ്വിച്ച് ഇവിടെയാണ്. ലോക്ക് അൺലോക്ക് ഇവിടെ വരുന്നുണ്ട്. പവർ വിൻഡോ നമുക്ക് ലോക്ക് ചെയ്യാൻ പറ്റും. അതേപോലെ സൈഡ് മിറർ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ ഇലക്ട്രിക് ആണ്. ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് ZXIയിൽ നമുക്ക് അവൈലബിൾ ആണ്. ഇതിനകത്ത് ഇത് വരുന്നില്ല. പിന്നെ ഇവിടെ ഒരു ഹെഡ്ലൈറ്റിൻ്റെ പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്യുന്ന റൊട്ടേറ്റിംഗ് സ്വിച്ച് വരുന്നുണ്ട്. ഗ്ലോ ബോക്സും തന്നെ അത്യാവശ്യം നല്ല സൗകര്യമുള്ള ഗ്ലോ ബോക്സാണ് വരുന്നത്. ഇവിടെ മിററിൽ നമുക്ക് ഡെല്ലിങ് ഇങ്ങനെ നൈറ്റിൽ നമുക്ക് ചെയ്യുന്ന ഒരു ഇത് വരുന്നുണ്ട്. അതേപോലെ നമുക്ക് പഴയ വാഗണറിൽ പോലെ തന്നെ ഇത് വരുന്നുണ്ട്. 2 എയർ ബാഗാണ് വരുന്നത്. പിന്നെ ഇവിടെ മിററും കാര്യങ്ങളൊന്നുമില്ല. ഒരു ടിക്കറ്റ് ഹോൾഡറാണുള്ളത്. ഇവിടെ ഒരു മിറർ കൊടുത്തിട്ടുണ്ട്. VXIക്ക് ഒരു മിറർ കൊടുത്തിട്ടുണ്ട്. ഇനി പുറകിലേക്ക് പോകാം. 3 പേർക്ക് നല്ല സുഖകരമായിട്ട് യാത്ര ചെയ്യാൻ പറ്റിയ വാഗണറാണ് അത്. ഈ വാഗണർ ആയാലും പഴയ വാഗണറൊക്കെ ആയാലും ആ യാത്രാസുഖം നല്ല അനുഭവിച്ചറിയാൻ പറ്റും. പിന്നെ ഇഷ്ടംപോലെ ഹെഡ് സ്പേസ് ഉണ്ട്. നമുക്ക് ഒരു ഉയരമുള്ള ആൾക്കും കുട്ടികൾക്കൊക്കെ നിന്ന് യാത്ര ചെയ്യാനും നല്ല സൗകര്യം ഉണ്ടാകും. അതേപോലെ തന്നെ ഈ ഡോറിൽ നമുക്ക് ഒരു ബോട്ടിൽ ഹോൾഡ് ചെയ്യാം. സ്പീക്കറിനുള്ള അവിടെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് സ്പീക്കറില്ല. അപ്പോൾ ഇത്രയാണ് നമ്മളെ വാഗണറിൻ്റെ വിശേഷങ്ങൾ. ഇനി പലർക്കും ആഗ്രഹം ഉള്ളത് ഇതിൻ്റെ പ്രൈസ് അറിയാനാണ്. സത്യത്തിൽ ഇവന് ബുക്ക് ചെയ്യാൻ പോയത് നിയാസ് നമ്മളെ സഹോദരൻ ബുക്ക് ചെയ്യാൻ പോയത് എക്സ്പ്രസോ ആണ്. എക്സ്പ്രസോ പ്രൈസ് ചോദിച്ച് പിന്നെ എക്സ്പ്രസോ ഓടിച്ചു നോക്കി. ഒക്കെ നല്ല കംഫർട്ടായിട്ടുള്ള വണ്ടിയാണ്. നമ്മളെ കൂടെയുള്ള നിസാമിൻ്റെ അടുത്തുള്ള വണ്ടി എക്സ്പ്രസോ ആണ്. അപ്പോൾ അത് നോക്കി അതിലെ VXI ഓപ്ഷനും പിന്നെ അത്യാവശ്യം നല്ല ഫീച്ചേഴ്സുള്ള വണ്ടിയായിരുന്നു. അതാണ് ഫൈനൽ ചെയ്തത്. പക്ഷേ എക്സ്പ്രസോ VXI ഓപ്ഷനും മാരുതി വാഗണർ LXI ഓപ്ഷനും കൂടി വെറും 10,000 രൂപയുടെ മാറ്റം വരുന്നുള്ളൂ. അപ്പോൾ എന്തുകൊണ്ട് നമുക്ക് മാരുതി വാഗണർ എടുത്തുകൂടാ? കാരണം അതിനേക്കാളും കുറച്ചും കൂടി സ്പേഷ്യസ് ആയിട്ടുള്ള വണ്ടി കിട്ടുക എന്ന് പറഞ്ഞാൽ നല്ലൊരു കാര്യം തന്നെയല്ലേ. അതുകൊണ്ടാണ് വാഗണറിലേക്ക് പോകുന്നത്. അങ്ങനെ വാഗണറിൽ LXI ആയിരുന്നു ആദ്യം തീരുമാനിച്ചത്. പിന്നെ അതിൽ ബാക്ക് ഡോർ പവർ വിൻഡോ ഇല്ല, അങ്ങനെ കുറേ ഫീച്ചേഴ്സ് ഇല്ല LXIയിൽ. പിന്നെ അതിലേക്ക് കുറച്ചും കൂടി എമൗണ്ട് കൂട്ടിയിട്ടാണ് അവസാനം വാഗണർ VXI എന്ന ഓപ്ഷനിലേക്ക് എത്തിപ്പെട്ടത്. ഇതിന് വണ്ടിക്ക് പ്രൈസ് ആയത് ഓൺ റോഡ് പ്രൈസ് വരുന്നത് 6,70,000 രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വാഗണറിന്. ഈ ഓപ്ഷന് VXIക്ക് വരുന്നത്. LXIക്ക് എനിക്ക് തോന്നുന്നു ഒരു 40-50 വ്യത്യാസം വരുന്നുണ്ട്. പക്ഷേ ഇത്രത്തോളം ഇത് ഓപ്ഷൻസ് അതിനകത്ത് ഫീച്ചേഴ്സ് എല്ലാം വളരെ കുറവാണ്. AC പവർ സ്റ്റിയറിങ് 2 ഡോർ പവർ വിൻഡോ അതിനകത്ത് വരുന്നുള്ളൂ. പക്ഷേ ഇതിനകത്ത് കീലെസ് എൻട്രി പിന്നെ 4 ഡോർ പവർ വിൻഡോ അങ്ങനെയുള്ള എല്ലാ ഓപ്ഷനും വരുന്നുണ്ട്. വണ്ടി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ചു. സാധാരണക്കാരനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ നല്ല ഡ്രൈവിംഗ് കംഫർട്ടുള്ള വണ്ടിയാണ് വാഗണർ. പിന്നെ കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് സെൻറ്ററിൽ ഇവിടെ നിന്ന് പോകാനൊക്കെ പറ്റും. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള വണ്ടിയാണ്. അപ്പോൾ ഈ വണ്ടി വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ നമ്മൾ സജസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു വണ്ടിയാണ് കേട്ടോ. നല്ലൊരു വണ്ടിയാണ്. പിന്നെ വില വരുന്ന ഡീറ്റെയിൽസൊക്കെ ഞാൻ പറഞ്ഞു. മൈലേജ് വരുന്നത് കമ്പനി പറയുന്നത് എത്ര 25 കിലോമീറ്റർ ആണ് മൈലേജ് പറയുന്നത്. അത് ചിലപ്പം സർവീസ് 22 ഒരു 20-23 അടിയിലൊക്കെ എന്തായാലും മൈലേജ് കിട്ടേണ്ടതാണ്. കാരണം BS6 എഞ്ചിനാണ് വരുന്നത്. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോയിലൂടെ കാണാം. അതുവരേക്കും ടാറ്റാ.